ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് അടിപൊളി ബുക്സ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച രണ്ട് ബുക്സാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു. നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും വാങ്ങിച്ചു കൊടുക്കുക. വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള രണ്ട് ബുക്സാണ്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. ഈ രണ്ടിനും കൂടിയിട്ട് 100 സംതിങ് എത്രയോ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് ബുക്കിലും 101 നമുക്ക് ഗെയിംസ് വരുന്നുണ്ട്. ഒന്ന് ഞാൻ മേടിച്ചിട്ടുള്ളത് ഫുൾ വഴികൾ കാണിച്ചു കൊടുക്കാനുള്ള, അങ്ങനെ തന്നെ ഇങ്ങനെ 101 വഴി കാണിച്ചു കൊടുക്കാനുള്ള ഗെയിം ഇതിലുണ്ട് കേട്ടോ. അതുപോലെ മറ്റൊന്ന് 101 വേർഡ്സുകൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഒരുപാടെണ്ണം ഉണ്ട്. പല ഡിസൈനിലും പല മോഡലിലായിട്ട് നമുക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ള അങ്ങനത്തെ ഗെയിംസാണ് ഇതിലുള്ളത്. മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, നമ്മുടെ മക്കൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും മക്കൾ ഫോണിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഫുള്ളി ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല ബുക്സാണ്. അവർ എന്താ പറയുക, അവരിതിലോട്ട് ഇങ്ങനെ ഫോക്കസ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മൾ ആ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അതിലായിട്ട് ഇങ്ങനെ എൻഗേജ് ആയിരിക്കില്ലേ. അപ്പോൾ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മക്കൾക്കൊന്ന് മേടിച്ചു കൊടുക്കട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ബുക്കാണ് ഈ 101+ വേർഡ് സെർച്ച് എന്നുള്ളത്. ഇതിൽ നമ്മൾ വേർഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനത്തെ 101 തരം വേർഡ്സുകൾ ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാത്തിൻ്റെയും കുറേ വേർഡ്സുകൾ അവർ താഴെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും വേർഡ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മക്കളുടെ ഡ്യൂട്ടിയാണ്. അവർ കാണിച്ച് തന്നിട്ടുണ്ട് ഒരുവിധം വേർഡ്സുകളൊക്കെ. ഇത്രയും വേർഡ്സ് ഇതിൽ വരുന്നുള്ളത് അവർ കാണിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മക്കൾക്കും തന്നെ ഇതിൽ വേർഡ്സ് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് തിരഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടും തോന്നും അല്ലേ. കണ്ടില്ലേ, ഇത്രയും വർക്കുകളുണ്ട് കേട്ടോ ഇതിൽ. ഇനി ഇതിൻ്റെയൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മൾ വേർഡ്സ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ബാക്കിലുണ്ട്. എല്ലാത്തിൻ്റെയും ചെയ്ത വർക്ക്സ് ബാക്കിലുണ്ട്. കണ്ടോ, എല്ലാം അവർ ആൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കാതെ തന്നെ നമ്മുടെ മക്കൾ അത് കണ്ടുപിടിക്കും. ഉണ്ടോ, എല്ലാത്തിൻ്റെയും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതില്ലാതെ തന്നെ മക്കൾ തന്നെ കണ്ടുപിടിച്ചോളും. അപ്പോൾ ഈ ബുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും വാങ്ങിച്ച് കൊടുക്കട്ടോ. വളരെ യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. വേർഡ്സ് അവന് താഴത്തെ വേർഡ്സൊന്നും നോക്കിയിട്ടില്ല. അവനായിട്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ ചെയ്യുന്ന നേരത്ത് ഞാനൊന്ന് വീഡിയോ എടുത്താണ്. അവനിപ്പോൾ ഫോക്സ്, അതുപോലെ തന്നെ ഡോഗ്, അങ്ങനെയുള്ളതൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അടുത്തത് ഇതുപോലെ വഴി കാണിച്ചു കൊടുക്കാനുള്ള ബുക്കിലാണ് അവൻ ചെയ്യുന്നത്. ഉണ്ടോ, ഒത്തിരി ഉണ്ട്. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ഓരോന്നിനും ഓരോ തരം വഴികളാണല്ലോ കാണിച്ചു കൊടുക്കാനുള്ളത്. വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിക്കുന്ന ബുക്സാണിത് കേട്ടോ. അപ്പോൾ അവനത് ഫൈനലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ബുക്ക് എന്ന് വിളിക്കാറില്ല, ഞാനിത് ചെറിയ ആൾക്ക് വേണ്ടി മേടിച്ചതാണ്. ആൾക്കിപ്പോൾ ഒരു 1.5 വയസ്സ് കഴിഞ്ഞു. അവന് ഒന്ന് എൻഗേജായി ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ബുക്ക് എന്ന് പറയാം. അതുകൂടാതെ തന്നെ ഒരു സ്ലൈറ്റിൻ്റെ ഉപയോഗം എല്ലാം ഉണ്ട്. അവർക്കൊരു ബുക്ക് പോലെ പിടിച്ചിരിക്കാമെന്നുള്ള ആ ഒരു ഇതുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇങ്ങനെ 3 കളേഴ്സും അതുപോലെ 2 വൈപ്സ് ഉണ്ട്. ഈ വൈപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് മായ്ച്ച് കളയുക. അപ്പോൾ ഇതെന്താ പറയുക, സ്കെച്ചായ കാരണം മക്കൾക്ക് കുറച്ച് കയ്യിലും കാലിലൊക്കെ വരക്കുന്നുള്ള ആ ഒരു ദോഷമാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ രസമാണ്. ഇതായിട്ട് വരച്ചാൽ ഭയങ്കര കളറാട്ടോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. നമ്മൾ സാധാ സ്കെച്ചല്ല തോന്നുന്നുണ്ട്. അതോ ഇനി ഈ ഒരു ബുക്കിലോട്ട് വരക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവ ഭയങ്കര കളർ കേട്ടോ. നല്ല നമുക്ക് നല്ല അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള കളറായിട്ടാണ് ഈ 3 കളറും വന്നിട്ടുള്ളത്.
കണ്ടോ? ഇനി ഇത് നമുക്ക് മായ്ച്ചെടുക്കാനായിട്ട് 2 വൈപ്സ് കൂടെ വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് മാഞ്ഞു പോകും കേട്ടോ. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് മാഞ്ഞു പോകും. കുറച്ച് നേരത്തിന് അതിൻ്റെ ആ ഒരു നനവ് അതിലുണ്ടാവും, പിന്നെ അത് ഉണങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രാവശ്യം വരക്കാം, എഴുതാം, എല്ലാം ചെയ്യാം, പിന്നെയും യൂസ് ചെയ്യാം. അങ്ങനെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ഇനി കളർ പെന്നും ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് അതിൽ തന്നെ ഒരു നെറ്റിൻ്റെ ഒരു കവറായിട്ട് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് ആ കളർ സൂക്ഷിച്ചേക്കാം. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റും വളരെ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ.